ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഒരു ജസ്റ്റ് ടോക്കാണ്, സിംപ്ലി ടോക്കാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒത്തിരിയും വീഡിയോസും ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സംശയങ്ങളൊക്കെ തീർത്ത് തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി എനിക്ക് ഇന്ന ക്ലാസ് വേണം എന്നുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ടാഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ ക്വിസ് പോലത്തെ. അപ്പോൾ അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നൗണിൻ്റെ കേസിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നുവെച്ചാൽ കുറേ പേർക്ക് ഇനി സംശയം മാറാത്തത് പലരും പല രീതിയിലാണ് പറയുന്നത്. സോ അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയാം, ഞാൻ ഇതിൻ്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇതേ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ തന്നെ ഒരു ഡീറ്റെയിൽ ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ സെക്ഷനായിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു നോക്കുക. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട്, എൻ്റെ പ്ലേലിസ്റ്റിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കാറ്റഗറി വൈസാണ് ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇത് വരുന്നത് നൗണിൻ്റെ ഇത് ക്ലാസ് വന്ന ഗ്രാമറിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഗ്രാമറിനോ അങ്ങനെ എന്തോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി. അതിൻ്റെ ആദ്യവും ഞാൻ നൗണിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ അതിന്റെ താഴെ അവസാനമായിട്ടും ഇതേ ക്ലാസ് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നൗണിന്റെ ടൈപ്പും പിന്നെ ബാക്കി നൗണൊക്കെ അതിന്റെ അണ്ടറിൽ വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം. നൗൺ എന്ന് വെച്ചാൽ നമുക്കൊരു നെയിമിങ് വേർഡാണ്, ഒരു നെയിമാണ്. ഒരു വസ്തു ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ, ഒരു ഹ്യൂമൻ ബീങ് ആയിക്കോട്ടെ, ഒരു അനിമൽ ആയിക്കോട്ടെ, എന്തെങ്കിലും അതിനെയൊക്കെ നമ്മൾ ഒരു പേരുണ്ട് അവരെയൊക്കെ വിളിക്കാനായിട്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ നൗണിന് 4 ടൈപ്പും ഞാൻ എത്രയോ വീഡിയോകളിലും ഷോർട്ടായിട്ടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ അത് നിങ്ങൾ വിചാരിക്കും, ഇപ്പം കോമൺലി നമുക്ക് 4 ടൈപ്പ് ഓഫ് നൗൺ ആണ് ഉള്ളത്. അതായത് നമുക്ക് 7, 8 ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഓരോ കുട്ടികളുടെ പുസ്തകത്തിലും 8 നൗണും 7 നൗണും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് 4 നൗണാണ്. ഓക്കെ, കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് ഉള്ളത് 4 ടൈപ്പ് ഓഫ് നൗൺ ആണ്. അപ്പോൾ അതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം വന്നത് അതിന്റെ സബ് അണ്ടർ ആണ്. ഇപ്പൊ കോമൺ നൗണ്, പിന്നെ എന്തുവാ കുറെ നൗണൊക്കെ വരുന്നുണ്ട്. മെറ്റീരിയൽ നൗണും പിന്നെ അൺകൗണ്ടബിൾ നൗണും ഒക്കെ സബ് കാറ്റഗറി പോലെ വരുന്നതാണ്. മെയിൻലി നമുക്ക് വരുന്നത് കോമൺ നൗണ്, കോമ്പൗണ്ട് നൗൺ, കോമൺ കളക്റ്റീവ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 4 ടൈപ്പ് ഓഫ് നൗൺ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ 4 വരത്തുള്ളൂ എന്നുള്ളത്. ഓക്കെ, എനിക്ക് ഇനി സംശയം മാറിയിട്ടില്ല എങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ക്ലാസ് ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്, ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങളുടെ സംശയമൊക്കെ മാറിക്കോളൂ. പിന്നെ ഇതുപോലെ തന്നെ ടെൻസിന്റെ ക്ലാസ്സിലും ഒരാൾ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരും അതിന് നല്ല 2.K അത്രത്തോളം ആൾക്കാർ കുട്ടികളെ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന്, അധികം വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിന് നല്ലപോലെ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ എനിക്കിങ്ങനെ കമന്റ് ഇട്ടതാണ്, 2 ടൈപ്പ് ഓഫ് നൗൺ എന്നും പറഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. സോറി, 2 ടൈപ്പ് ഓഫ് ടെൻസ് എന്നും പറഞ്ഞാണ് ഇട്ടിട്ടുള്ളത്. അതിൽ പറയുന്നത് പ്രസന്റും പാസ്റ്റും മാത്രമാണ് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കും ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണിത്. അപ്പം വലിയവർക്ക് മാത്രമല്ല, ഇപ്പൊ കുട്ടികൾക്ക് പോലും തന്നെ നമ്മൾ 3 ടൈപ്പ് ഓഫ് ടെൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ബാക്കി കുറെ ടെൻസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ അതിന്റെ അണ്ടല്ല വരുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പൽ, അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അങ്ങനെ കുറെ വരുന്നുണ്ട്. അതൊക്കെ അതിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് മെയിൻലി നമ്മൾ 3 കാറ്റഗറി ഓഫ് ടെൻസ് ആണ് പഠിക്കുന്നത്. അതായത് നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻസ് പഠിക്കണം. ഗ്രാമറിൽ വരുന്നുണ്ട്. പാസ്റ്റിൽ പറയുമ്പോഴത്തേക്കും നമുക്ക് ഏതൊക്കെ ഗ്രാമറാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അപ്പൊ അതാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് പ്രസന്റ്, ഇപ്പൊ നടക്കുന്ന കാര്യത്തിന് നമുക്ക് ഗ്രാമർ അത്യാവശ്യമാണ്. സോ അപ്പൊ അതിൽ പറയുന്നുണ്ട് ഗ്രാമറിൽ ഇത്രയും ഇപ്പൊ ഈ ടെൻസിനെ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ഗ്രാമറാ വരുന്നതെന്നും ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്യൂച്ചറും നമുക്ക് ആവശ്യമല്ലേ. അപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് എന്തുവാ, ഇപ്പൊ ഫ്യൂച്ചറിൽ ഒരാൾ വരാമെങ്കിൽ ഷീ വിൽ കം അല്ലെങ്കിൽ വിൽ കം എന്നൊക്കെ വരും. വില്ല് ചേർക്കുന്നതാണ് കൂടുതലും, വില്ലും ഷാലും ഒക്കെ വരുന്നതാണ് കൂടുതലും ഫ്യൂച്ചറിൽ വരുന്നത്. ഇപ്പൊ ആർക്കായാലും ഈ 3 ടെൻസും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ 3 ടെൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ടെൻസിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. ഓക്കെ,
അപ്പൊ അതും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഞാൻ എല്ലാത്തിനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ തന്നെ അതിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളുടെയും കാറ്റഗറി വൈസ് ബേസ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ടെൻസിന്റെ തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഈ ചാനൽ ഇങ്ങനെ തുടങ്ങുന്നു ഇങ്ങനെ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ കുറെ പേർക്ക് ഇങ്ങനെ ടെൻസിന്റെ കാര്യത്തിലാണ് ഇങ്ങനെ സംശയം ഉണ്ടെന്ന് പലരും ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്ലാസ് വേണം എന്ന് നേരത്തെ തന്നെ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ടെൻസിന്റെ ക്ലാസ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. കാരണം ടെൻസിന് എന്തൊക്കെ വരും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഗ്രാമർ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതലായിട്ടും അറിഞ്ഞിരിക്കുന്നത് ടെൻസിന്റെ കാര്യം. ടെൻസ് എത്രത്തോളം വരുന്നുണ്ട്, ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത്. സോ അതൊക്കെ നിങ്ങൾ എല്ലാം മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പം ഞാൻ ഇനി ഇതുപോലെ ക്വിസ് വീഡിയോസ് ഒക്കെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കൃത്യമായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ കമന്റ് ചെയ്ത് ചോദിക്കാം. ഇങ്ങനെയെങ്കിലും നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് എത്രത്തോളം ആണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇത് ചെയ്യാനായിട്ട് കാരണം പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് എന്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്ത് ക്വസ്റ്റ്യൻ എന്റെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചോളൂ, എനിക്കൊരു മടിയില്ല. ഞാൻ എല്ലാത്തിനും കൃത്യമായി തപ്പി ആൻസർ ഒക്കെ ഞാൻ ഇട്ടോളാം. ഓക്കെ. ഇരുന്ന് അയക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ അതോർത്തൊന്നും വിഷമിക്കണ്ട. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, ഇപ്പൊ വെക്കേഷൻ ടൈമാണ്. ഇപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഗ്രാമറോ ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതുപോലെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറഞ്ഞായിരിക്കും. അപ്പൊ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ക്ലാസ്സിൽ ഓൺലൈനായിട്ടും ഉണ്ടാവും, ഓഫ്ലൈൻ ആയിട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, നിങ്ങൾ ദൂരെയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ചാനൽ കണ്ടന്റ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇംഗ്ലീഷ് നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതെല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ജോലിക്ക് പോവാണെങ്കിലും എവിടെ പോകാനും ഇംഗ്ലീഷ് വളരെ കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളത് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇത്രയും വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇനിയും മിസ് ഔട്ട് ചെയ്യാണ്ട് നിങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാം. ഇനി ഇതുപോലത്തെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സിലൊക്കെ ആയിരിക്കും ഇനി ഞാൻ ഇടാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഭാവിയിലൊക്കെ ഇനി ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ചെറിയ ടോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കുന്നുണ്ടാവും, അതും കൂടി എന്നെ ചെയ്ത് വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ കാര്യങ്ങൾ സിംപ്ലി ടോക്ക് ഇതുപോലെ സംസാരിക്കാനായിട്ട് വന്നെങ്കിൽ നമുക്ക് ഇനി എന്തായാലും അടുത്ത ഇതുപോലത്തെ ഒരു ക്ലാസ്സുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. അപ്പൊ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സി യു.